പിന്നെ അലിഫ്. ആലിഫ്. അലിഫൊക്കെ നല്ല സിനിമയല്ലേ? അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് തോന്നുന്നു ആൾക്കാർ പെട്ടെന്ന് ഈ ഫിനാൻഷ്യൽ വിജയം കിട്ടി മുൻപന്തിയിലേക്ക് വരുന്ന സിനിമകളാണ് പെട്ടെന്ന് ആൾക്കാർ അതെ. ഓർത്തിരിക്കുള്ളൂ അതെ, തോന്നുന്നു അതെ, അല്ലേ? അതെ, അതെ. ഇപ്പോ ഈ പറഞ്ഞ സിനിമ മീനത്തിൽ താലികെട്ടൊക്കെ ലാൽ ജോസാണ് ശരിക്കും അത് ആ അതിന് വേണ്ടിയിട്ട്. അന്നാണ് ലാൽ ജോസ് ഒരു വലിയ ഡയറക്ടറായിട്ട് വരും എന്നുള്ളത് അപ്പൊ തന്നെ മനസ്സിലായി. എനിക്ക് തോന്നുന്നു അത് രാജൻ ശങ്കരാടി ആയിരുന്നു അത് സംവിധാനം സംവിധാനം ചെയ്തത്. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. രാജോസ് ഞാൻ കേട്ടിട്ടുണ്ട്, കഥ കേട്ടിട്ടുണ്ട് അതെ. സാധനം. അപ്പൊ എല്ലാവരുടെ ഓൾമോസ്റ്റ് കൂടെ ചേച്ചി അഭിനയിച്ചിട്ടുണ്ടല്ലേ? മിക്കവാറും നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്. ഉം. ഈ നമ്മളിപ്പം ഇത് പറഞ്ഞപ്പം മീനത്ത് താലികെട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറഞ്ഞ 2-3 സിനിമകളുണ്ട്. പെട്ടെന്ന് പറഞ്ഞ ഇപ്പൊ ഗോഡ് ഫാദർ അല്ലെങ്കിൽ നമുക്കിപ്പോ ജയപ്രകാശിന്റെ അമ്മയായിട്ട് വന്ന ഇന്ത്യൻ റുപ്പി, ഏതാ? ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പി ജെപിയുടെ അമ്മ അതെ, 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 അതെ. ഒക്കെ ആയിട്ട് വന്ന, അതെ, അതിലും തിലകൻ ചേട്ടന്റെ തന്നെ ഒക്കെ കൂടുതൽ കോമ്പിനേഷൻ ആണ് അതെ. കൂടുതലും രഞ്ജിത്തിന്റെ സിനിമ. വന്നേക്കുന്നത്. ആ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ സിനിമ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കൂടെ അഭിനയിച്ചതില് നമ്മൾ പെട്ടെന്ന് പാർവതീപണ്ണയും തന്നെ എടുക്കാന്ന് വെച്ചു. ഉം. അതില് ആങ്ങളുടെ മകനായിട്ടാണ് ഇന്ദ്രൻ ചേട്ടൻ വരുന്നത്. ഉം. ഈ കരാട്ടെ പഠിച്ചിട്ട് അതെ, അതെ. പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്നത് അതെ. ഇന്ദ്രൻ ചേട്ടൻ. അന്ന് ഇന്ദ്രൻ ചേട്ടന്റെ ഒരു കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ സിനിമകളിൽ ഒരു മെലിഞ്ഞ കൊടക്കമ്പി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത്. ഇന്ദ്രൻ ചേട്ടന്റെ ഒരു ഇപ്പോഴത്തെ ജേർണി നോക്കി കണ്ടിട്ട് ഭയങ്കരാണ്. എന്ത് ഫീൽ ചെയ്യുന്നു? അന്നൊന്നും നിങ്ങൾ പ്രതീക്ഷ ഉണ്ടാവില്ലല്ലോ? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല ഇത്രയും വലിയൊരു നടനായിട്ട് വരും എന്നുള്ളത്. ഇന്ദ്രൻസ്. എനിക്കും ഇന്ദ്രൻസിന് ഒരു നല്ല സിനിമ വന്നതായിരുന്നു. പക്ഷെ നടന്നില്ല. എനിക്കതിൽ ഭയങ്കര നിരാശ. അത് പിന്നെ നടന്നില്ല. ആ സിനിമ നടന്നില്ല. ഇല്ല. ഞങ്ങൾ രണ്ടാളായിരുന്നു മെയിൻ കഥാപാത്രമായിട്ട്. ഒരു വർഷം 2 വർഷം മുന്നെയാണത്. എല്ലാം ആയി, ഷൂട്ടിംഗ് എല്ലാം. പിന്നെ അത് ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ചിന്ന ചിന്ന ആശയ വരെ നല്ല അഭിപ്രായം കിട്ടി. ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ സോങ് മാത്രമേ കണ്ടുള്ളൂ. മുന്നത്തെ ഇറങ്ങി ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ കരിയർ വന്നത്. അതെ. ഭയങ്കര അത്ഭുതത്തോടെയാണ് ഇന്ദ്രൻസിനെ കാണുന്നത്. പിന്നെ എന്തൊരു നല്ല മനുഷ്യനാണ്. ഇങ്ങനത്തെ ആൾക്കാർ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന് പോലെ അല്ലേ? ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത ആൾക്കാരിൽ ഒരാളാണ് ഇന്ദ്രൻസ്. ഭയങ്കര ഒരു അവാർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ അന്ന് വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെ കണ്ടു, അത് തന്നെയാണ് ഇന്ദ്രൻസ് ഇപ്പോഴും. എത്രമാത്രം ഉയർന്ന ഒരു നടനായി മാറി. പക്ഷെ ഇന്ദ്രൻസിന്റെ സ്വഭാവത്തിൽ മാറ്റം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വളരെ അപൂർവമായിട്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഓക്കെ. മറ്റൊരാളുടെ പേര് പറയാൻ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞ. എങ്ങനെ മാറ്റമില്ലാത്ത? അന്നും ഇന്നൊക്കെ ഒരേപോലെ, എത്ര വലുതായാലും ഒരേപോലെ നിൽക്കുന്ന ഒരാളും. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ദ്രൻസിൽ തന്നെയാ തോന്നുന്നത്. വേറെ ആരും എനിക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് പറയാൻ ഇല്ല. എല്ലാവരിലും മാറ്റങ്ങളുണ്ട്. എനിക്ക് മാറ്റമില്ല എന്തായാലും. അതെനിക്കറിയാം. കാരണം ആദ്യം തുടക്കം തൊട്ടെങ്ങനെ ഇപ്പോഴും ഞാൻ അതേപോലെ. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ഒരു വിജയമാണതെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നും ഒരേപോലെ. അല്ല, നമുക്ക് കുറേ സിനിമയുള്ള സമയത്ത് നമുക്കൊരു സ്വഭാവം, അത് കഴിഞ്ഞ് സിനിമ കുറയുമ്പോൾ നമുക്ക് വേറെ സ്വഭാവം, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ജീവിത രീതി ഒരിക്കലും മാറ്റിയിട്ടില്ല. ഇല്ല. ഈ വലിയ ലക്ഷറി അതിനോടൊന്നും വലിയ ഭ്രമം വന്നിട്ടില്ല. ലക്ഷറി ലൈഫ് ഇല്ല. എനിക്ക് പറ്റുന്ന സംഭവങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ആവശ്യത്തിനുള്ള. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിച്ചിട്ടില്ല. എൻ്റെ ആവശ്യം എന്താണ്? പറ്റാത്ത കാര്യമാണ്. അതെ, എൻ്റെ ആവശ്യം എന്താണ് അതേ ഞാൻ ചെയ്യും. അല്ലാതെ അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കടബാധ്യതയിൽ പോവും. നമുക്ക് വണ്ടി എന്താണ്, നമുക്ക് അടക്കാൻ പറ്റുന്ന എന്താണ്, അത് നോക്കിയിട്ട് വണ്ടി മേടിക്കുക. നമുക്ക് വേണ്ട വീട് എന്താണ്, അത് അതിനനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ഞാൻ ജീവിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ. ഈ നമ്മളിപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ പറഞ്ഞല്ലോ, പല നടന്മാർക്കും ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ വരും. ഞാൻ എടുത്തു പറയാം നടന്മാർക്ക്. ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ നമ്മൾ കാണുന്നു, ബാബുരാജ് ചേട്ടൻ നമ്മൾ കാണുന്നു, സുരാജ് ചേട്ടൻ, ഇപ്പം ജഗദീഷ് ചേട്ടൻ ഒരു സമയത്ത് നിറഞ്ഞു വന്നിട്ട് പിന്നീട് ഫീൽഡിൽ നിന്നേ മാറി ടെലിവിഷനിലേക്ക് മാറിയിട്ട് വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയത്. അദ്ദേഹത്തിന് കരിയർ ഇപ്പം വളരെ മാറി വേറെ തലത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നമ്മളുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മളൊരു ആക്ട്രസിനെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപൂർവമായിട്ട് ഇപ്പം ഒരു ഗ്യാപ്പ് കണ്ട് തിരിച്ചു വന്ന മഞ്ജു വാര്യരോ ഒരു ശോഭനയോ അല്ലെങ്കിൽ ഒരു ഉർവശി മാമോ ഒക്കെ പറയാന്നുള്ളതിനപ്പുറം ഇതുപോലൊരു ചെറിയ വേഷങ്ങളിൽ നിൽക്കുന്ന കോമഡി ചെയ്തിട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് കരിയർ തിരിഞ്ഞ് അത്ഭുതം സൃഷ്ടിച്ച ഒരു നടിമാരെ നമുക്ക് അങ്ങനെ നടിമാരുടെ കരിയറിൽ അങ്ങനെ ഉണ്ടാകുന്ന വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അത്? എന്നാൽ ഈക്വലി ടാലന്റ് മുകളിൽ ടാലന്റ് ഉള്ള വ്യക്തികളാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. പക്ഷേ നടികള് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഷൂട്ടിങ്ങിന് ചെല്ലുകയെന്ന് വിചാരിച്ചോളൂ.
അവിടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടി. നമ്മൾ കോമ്പിനേഷൻ വേറെ ആൾക്കാരായിട്ടുണ്ട്. പക്ഷെ അവരതിനെപ്പറ്റി ചർച്ച പോലും ചെയ്യില്ല. മേക്കപ്പിൽ മാത്രം ഇംപ്രവൈസ് കൂടുതൽ ചെയ്യാനുള്ള ഡിസ്കഷൻ മേക്കപ്പിൽ മാത്രം ശ്രദ്ധിക്കുന്നത്. ഇപ്പത്തെ അല്ല ട്ടോ. നമ്മുടെ മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ മാത്രം ഒരു ഷോട്ട് കഴിഞ്ഞ ഉടനെ പോയി അത് ടച്ചപ്പ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ഒരു ചർച്ച ചെയ്യില്ല. അങ്ങനത്തെ വർത്തമാനം ഇതാണ് ആണുങ്ങൾ അങ്ങനെയല്ല. നടന്മാരങ്ങനെയല്ല. അവരവരുടെ റോള് കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ അതെങ്ങനെ കൂടുതൽ ഞാൻ എന്ത് പൊലിപ്പിക്കുക. ചെയ്യണം? നീ അങ്ങനെ പറഞ്ഞാൽ ഞാനിങ്ങനെ പറയണം. അപ്പോൾ നീ അങ്ങനെ പറയണം. ഇതവര് ചർച്ച ചെയ്യും അവര്. അതവരിപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റോളുകൾ കണ്ടെത്താനാണെങ്കിലും വേറെ ഇതിലേക്ക് പോകാനും നടന്മാരെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. ആർട്ടിസ്റ്റുകളാകുമ്പോൾ ഒതുങ്ങി കൂടാത്ത ലേഡി ആർട്ടിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും ആ അല്ലേ? അതായിരിക്കാനാ ചാൻസ്. ഓക്കെ. ഈ മക്കൾക്ക് സിനിമയിലൊക്കെ അങ്ങനെ ഇടയ്ക്ക് പറയാറൊന്നുമില്ലേ? മോന് ഒരു സിനിമ സംവിധാനം ചെയ്താണ്. ആ, മറാഠി സിനിമയാണ് ആദ്യം സംവിധാനം ചെയ്തത്. ഇപ്പോൾ ആഡ് ഫിലിംസ് ഒക്കെയാണ് അവൻ ചെയ്യുന്നത്. ചെയ്യുന്നത് ബാംഗ്ലൂര്. മലയാള സിനിമയിലേക്ക് അങ്ങനെ മലയാളത്തിലേക്ക് അവൻ വന്നിട്ടില്ല. മലയാളത്തിലേക്ക് വരാൻ അവൻ ആദ്യം പഠിക്കുന്ന സമയത്ത് അവൻ ഇതുപോലെ സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടായി. സംവിധാനം പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. ആളുടെ ഡയറക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞു എനിക്കൊന്ന് പോണം, കൂടെ ഒന്ന് വർക്ക് ചെയ്യണം, ഏതെങ്കിലും ഒരു സംവിധായകനോട് പറയുമോ എന്ന് ചോദിച്ചു. എനിക്ക് നല്ല അടുപ്പമുള്ള ഒരു സംവിധായകനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോനിങ്ങനെ വരണം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അവൻ പഠിക്കുകയല്ലേ. അപ്പം പഠിക്കുകയാണ്. അപ്പോൾ അതിനിടക്കാണ് വരണം എന്ന് പറയണത്. അവൻ പഠിക്കട്ടെ. അത് ഇപ്പോൾ സിനിമയിൽ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എത്ര ആൾക്കാരാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒന്നും വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോനോട് മോനെ വിട്ടേക്ക് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, അത് ഇനി ചോദിക്കണ്ട, ആരോടും ചോദിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. ജേർണലിസമാണ് അവൻ പഠിച്ചിരുന്നത്. അങ്ങനെ അപ്പം പിന്നെ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഏത് സിനിമ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഏത് സിനിമ, ആരാ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ ഞാൻ തന്നെ. നീയോ? നിനക്ക് എവിടെ പൈസ? ഇതൊക്കെ അമ്മ ഞെട്ടിപ്പോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ നീ തമാശ പറയല്ലേ, നീ വെറുതെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചോ. ഞാൻ ഭയങ്കര നിരുത്സാഹപ്പെടുത്തി അവനെ. ആ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ പിന്നെ അവനൊന്നും പറയാതെ എൻ്റെ അടുത്ത്. ഓക്കെ. എനിക്ക് പിന്നെ ഒന്നും പറയാതെ അപ്പം വാതിലടച്ച് പലപ്പോഴും ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു നീ എന്ത് വാതിലടച്ചിരിക്കുന്ന, വാതിൽ തുറക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത്. പിന്നെ ഒരിക്കൽ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യും. അപ്പം അതെന്താ വെച്ചാൽ കാണിക്കൂല, കൊണ്ട് വിളിച്ചു വെക്കും. ഞാൻ പറയും ഇവൻ എന്ത് ദുരൂഹത എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പിന്നെ ഒരു സിനിമ ഷൂട്ടിങ് നിശ്ചയിച്ചു. ഞാൻ പറയാം എത്ര രൂപ ഉണ്ട് നിന്റെ അടുത്ത്? പൈസയൊക്കെ കുറവാ, 65,000 രൂപ ഉണ്ട്. ഞാൻ 65,000 രൂപയുടെ സിനിമയോ, നീ എന്ത് പൊട്ടത്തരം പറയുന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കേട്ടോ. ഒരു സുപ്രഭാതത്തിൽ ഇവര് ഫ്രണ്ട്സ് എല്ലാം കൂടി ബോംബെ പൂനെയിലേക്ക് ഇവിടെ പോയി. അങ്ങനെ പോയി ഒരു സിനിമ ചെയ്യുകയാണ്. സിനിമ ചെയ്ത് തിരിച്ചു വന്നു. എഡിറ്റിംഗ് ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഞാനത് കളിയാക്കി. അപ്പോഴും ഞാൻ ഇത് നടക്കില്ല, വല്ല ഷോർട്ട് ഫിലിം എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഒരിക്കൽ ഞാനിങ്ങനെ ഇങ്ങനെ ന്യൂസ് കാണുകയാണ്. അപ്പണ്ട് മലയാളത്തിലെ 22 ഒരു ഫെസ്റ്റിവലിന്, പൂന ഫെസ്റ്റിവലിന് മലയാളത്തിൽ 22കാരൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് നിതിൻ അനിൽ. ഞാൻ ഞെട്ടി, എനിക്ക് കരഞ്ഞു പോയി ഞാൻ സത്യത്തിൽ കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്തിയല്ലോ. അപ്പം തന്നെ ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, മോനെ മാപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം. അത് ഭയങ്കര വൈറലായിരുന്നു. അത് ശരിക്കും എനിക്കിപ്പോഴും അത് അങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നുള്ള. അത് ആളുടെ ഉള്ളിലെ പാഷനാണ് ആ സിനിമ പുറത്തു വന്നത്. അതെ, ഇനി അവന് നന്നായിട്ട് എഴുതും. ഇപ്പം മൂത്ത ആളും എഴുതും. ഇപ്പം അവനൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ അതെ അതെ രണ്ടുപേരും.